ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് അനുമോൾക്ക് ഒരുപാട് ഇടിയും ചവിട്ടും തൊഴിയും ഒക്കെ കിട്ടുന്നുണ്ടേ. അതായത് അക്ബർ അനുവിന്റെ പുറത്തുകൂടി ഫുൾ വെയിറ്റ് കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ അത് എടുക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. ലൈവില് ഇതിന്റെ കുറെ ഭാഗങ്ങളൊക്കെ കണ്ടു. ഇങ്ങനത്തെ ഒരു ടാസ്ക് ഏത് സീസണിൽ വന്നാലും ശരിക്കും ഇഞ്ചുറീസ് ഒക്കെ വരും കേട്ടോ. അത് സ്വാഭാവികമാണ്. ഇവിടെ മനുഷ്യത്വം കാണിക്കാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ. കാരണം അതുവഴി വരുന്ന പാവകളുടെ പീസൊക്കെ കളക്ട് ചെയ്താൽ മാത്രമേ ഇതിലൊരാൾക്ക് വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും അക്ബർ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. കാരണം ഇവിടെ സംഭവിച്ചത് അനുവിനാണെങ്കിൽ ഹൈറ്റ് വളരെ കുറവാണ്. അക്ബർ ആണെങ്കിൽ നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട്. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല ഫിസിക്കലി ഫിറ്റ് ആയ ഒരാളാണല്ലോ. അപ്പോഴും സ്വാഭാവികമായി ആ ഒരു വസ്തു എടുക്കാൻ ശ്രമിക്കുമ്പോൾ അക്ബറിന്റെ വെയിറ്റ് മുഴുവനും അനുമുള്ള ദേഹത്ത് വന്നു. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ശരിക്കും പരിക്കളൊക്കെ പറ്റും. ഇതിനകത്ത് അക്ബർ മനഃപൂർവ്വം വേദനിപ്പിച്ചതാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് അക്ബർ മനഃപൂർവ്വം വേദനിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്തതൊന്നും അല്ല. അറിയത്തില്ലേ, അങ്ങനെ മനഃപൂർവ്വം ചെയ്യുമെന്ന് തോന്നില്ല. പക്ഷെ പെയിൻ അനുഭവിച്ച വ്യക്തിക്ക് അത് എന്തായാലും ആ വേദനിപ്പിച്ച ആളിനെതിരെ സംസാരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ നെവിനും അനുമോളും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. അതായത് നെവിനെ അനുമോള് കടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ കാല് പിടിച്ച് താഴോട്ട് വലിക്കാൻ നോക്കിയ സമയത്ത് ഞാൻ കടിച്ചു എന്നൊക്കെയാണ് അനുമോള് പറയുന്നത്. ഇതൊക്കെ ടാസ്കിന്റെ ഭാഗമായിട്ട് നടന്ന കാര്യമാണ്. ഇതിലെല്ലാവരും ജയിക്കണമെന്ന ദുസ്തോടു കൂടിയാണ് ടാസ്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഷാനവാസം നിന്നതുപോലെ ഒന്നിങ്ങനെ മാറി നിൽക്കുക. കാരണം ഈ ഒരു ടാസ്ക് കൊണ്ട് നമ്മുടെ ബിഗ് ബോസ് വീടിനകത്ത് വലിയതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാകും അല്ലെ. ആരോഗ്യവും അതുപോലെ നമ്മുടെ ശരീരം നോക്കണം എന്നുണ്ടെങ്കിൽ അങ്ങ് മാറി നിന്നേക്കുക, അത്ര തന്നെ.